ഗൾഫാരനല്ലേ, അവൻ ദുബായിലല്ലേ, അവനക്ക് എന്ത് ബുദ്ധിമുട്ടുള്ളത്? അവരത് പൈസ ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ദുബായിലുള്ളത്. ഈ ഒരു റൂമിൽ വന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തും കേട്ടോ. നമ്മളെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ടല്ലോ, അവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ റൂമിൽ 8 പേരാണ് ഉള്ളത്. ഈ റൂമിൽ 8 പേരും ഉപയോഗിക്കുന്നത് ഒരൊറ്റ ബാത്റൂമാണ്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് പ്രവാസികളാണ്. 15, 20, 25 വർഷം കൂടെ ആയിട്ടുള്ള പ്രവാസികളാണ്. വർഷങ്ങളായിട്ട് ചോര നീരായി നയിക്കുന്ന പ്രിയപ്പെട്ട പാവങ്ങൾ നാട്ടിൽ സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ട്. ആ ഒരു വീട്ടിൽ തന്നെ 4ഉം 5ഉം ബാത്റൂം ഉണ്ട്. നമ്മളൊക്കെ പ്രവാസികളായ പ്രിയപ്പെട്ടവർക്ക് വിളിച്ചിട്ട് പണം വേണം, ഇന്ന ആവശ്യത്തിനാണ്, സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുമ്പോഴേ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നല്ലപോലെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ അധികം പൈസ ചെലവാക്കാതെ സൂക്ഷിച്ചു വെച്ച് 80% അത് നാട്ടിലേക്ക് അയക്കുമ്പോഴേ എപ്പോഴെങ്കിലും ഇവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗൾഫാർ നമ്മൾ കാണുന്നത് പണം കായ്ക്കുന്ന മരമായിട്ടാണെങ്കിൽ ഇവിടെ ഉരുകി ജീവിക്കുന്ന പാവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഈ 8 പേരും താമസിക്കുന്ന ഈ റൂമിൽ ഒരു ബാത്റൂമാണുള്ളത്. എപ്പോഴും ഒന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കാത്തിരിക്കണമെങ്കിൽ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് കടന്നു വരുമ്പോഴേ ശബ്ദമുണ്ടാക്കാതെ മറ്റുള്ളവർക്ക് ശല്യമാവാതെ വരണം. എങ്കിൽ നാട്ടിലൊക്കെ അവർ പൈസ ഉള്ളവരാ, ഗൾഫാരാണ്. പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയാം, നമ്മുടെ നാട്ടിലെ പള്ളിയും മദ്രസയും ഒക്കെ വളരാൻ വലിയ പങ്ക് വഹിച്ചത് ഈ പ്രിയപ്പെട്ട പ്രവാസികളാണ്. എങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ പ്രവാസികളെ കൂടെ ആരും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ പറയല എന്താ, അവരുടെ പൈസ ഉണ്ടല്ലോ, ഒരു പൈസക്കാരല്ലേ ഗൾഫാരൊക്കെ എന്നാ. എങ്കിൽ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. പ്രവാസികളുടെ കുടുംബങ്ങളുടെ സ്നേഹത്തോടെ പറയാനുള്ള കാര്യം എന്താണെന്നറിയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണാതെ, മക്കളെ കാണാതെ വർഷങ്ങളായിട്ട് ഇവിടെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ മനസ്സിലാക്കണം കേട്ടോ. ജോലിയെല്ലാം കഴിഞ്ഞ് പ്രതീക്ഷയോടുകൂടി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കുമ്പോൾ വാക്ക് പറയലടോ, സങ്കടങ്ങളും പരിഭവങ്ങളും പറയല്ല, അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്ക്. ഒന്നുമില്ലാതെ ഒരു കൂട്ടുകാരൻ പറയണ്ടായി, ചെറിയ മോനെ പോലും കണ്ടിട്ട് കൊല്ലായി, ഉമ്മ മരിച്ചിട്ട് അവസാനം മുഖം പോലും കാണാൻ പറ്റിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാസികൾ മനസ്സിലാക്കട്ടോ. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹവാക്കുകൾ പറയാം. പ്രിയപ്പെട്ട പ്രവാസികളായ കുടുംബങ്ങളിലേക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ സങ്കടം അറിയിച്ചാണ്. നമ്മുടെ പ്രവാസികൾക്ക് വലിയ വിജയം അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.